ഗൈസ് ഇത് കണ്ടോ, നോക്ക് എന്റെ പുതിയ ക്രിക്കറ്റ് കിറ്റ്. എന്റെ സ്പെഷ്യൽ അങ്കിൾ സ്പെഷ്യൽ ആയിട്ട് ലണ്ടനിൽ നിന്ന് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അയച്ചതാണ്. കൊള്ളല്ലോ അല്ലേ? കൈ വാഷ് ചെയ്യാതെ തുടരുത്, അഴുക്കായി പോവും. കൈ വാഷ് ചെയ്തിട്ട് വാ. ഓ അതെയോ, ഇതാ പിടിച്ച സിക്സർ. ഇപ്പൊ നീ ഔട്ട്. കിറ്റ് പുതിയതായാലും പഴയതായാലും നീ ലൂസർ ആണടാ. എപ്പോഴും ലൂസർ ആയിരിക്കും മാധവ, മനസ്സിലായോ? ആരാണ് ലൂസർ എന്ന് പറഞ്ഞു? ഗോപു വിട്ടേക്ക് മാധവ, എല്ലാം ബോളും നോ ബോൾ അല്ലല്ലോ. അതുപോലെ ഓരോ കമന്റ് പറയുന്നവനും രാഹുൽ ദ്രാവിഡ് ഒന്നും അല്ലല്ലോ. നീ എന്ത് പറയുന്നു? ഇവൻ ആരാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. സ്ട്രീറ്റ് ക്രിക്കറ്റ് ചാലഞ്ച് എന്താടാ, പോരുന്നോ? ആ, നിനക്ക് തോൽക്കാൻ ഭയങ്കര ആഗ്രഹമാണെന്നാ തോന്നുന്നേ. പഴയ ബംഗ്ലാവിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാം, അവിടെ നിന്ന് നോക്കാം ആരാണ് തോൽക്കാൻ പോകുന്നത്. അവിടെ എന്തിനാ, ഇവിടെ കളിച്ചാലെന്താ? എന്താ 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 പേടിച്ചു പോയോ നീ? നീ പേടിച്ചില്ലേ? കമോൺ ഗോപു, ഇത് നമ്മളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ആ ബംഗ്ലാവിടെ അകത്ത് പോവേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്താ? ഓക്കെ പറയ്, വാ. ആരാണ് തോൽക്കാൻ പോകുന്നത്? സ്ട്രീറ്റ് ക്രിക്കറ്റ് ചാലഞ്ച്. കിറ്റ് ഞങ്ങളുടേതാ, അതുകൊണ്ട് ആദ്യത്തെ ബാറ്റിംഗ് ഞങ്ങൾ തന്നെ ചെയ്യും. ചീറ്റിംഗ്. എന്നാലേ നീ നിന്റെ കിറ്റ് വെച്ച് തന്നെ താനങ്ങ് കളിച്ചാ മതി. ഞാനങ്ങ് പോവാ. നിക്ക് 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 നിക്ക്. ശരി, ടോസ് ഇട്ട് നോക്കാം നമുക്ക്. ടോസ്. എന്താ ഷടാ, കോയിൻ ഇല്ലല്ലോ. എന്താ ചെയ്യാ? ദാ അങ്ങോട്ട് നോക്കിയേ, ആ കരക്ക് വിൽക്കുന്ന കടയിൽ നിന്നും നമുക്കൊരു കോയിൻ വാങ്ങാം. പൊന്നു ചേട്ടാ, ചേട്ടാ നിങ്ങളോടാ സംസാരിക്കുന്നേ. ടോസ് ഇടാൻ വേണ്ടിട്ട് ഒരു കോയിൻ തരൂ. ഓ, ക്രിക്കറ്റ് കളിക്കാൻ പോവാണല്ലേ? എന്നാ ഞാനും വരുന്നുണ്ട്. എനിക്ക് സിക്സർ അടിക്കാൻ കൊതിയായി. എടാ, ഇന്നത്തെ മാച്ചിൽ നമ്മുടെ രണ്ടുപേരും ടീമിനുള്ള ചാലഞ്ച്. വസൂലി ഭായി ഇപ്പൊ എവിടുന്നാണ് വന്നത്? വസൂലി ബായ്, നമ്മൾ എന്തിനാ മാധവനെ പോലുള്ള ആളുടെ കൂടെ കളിക്കുന്നേ? നിങ്ങള് ടെണ്ടുൽക്കർ, വിരാട്ടിനെ പോലെയുള്ള പ്ലേയേഴ്സ് അല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. കറക്റ്റ്. നമ്മുടെ ഗോപാലിന്റെ ലെവലിലേക്ക് താഴേക്ക് ഇറങ്ങി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവന്റെ കൂടെ ഇറങ്ങി കളിച്ചാൽ നിങ്ങളുടെ ടാലന്റ് ഇൻസൾട്ട് ആയി പോകും. വളരെ കറക്റ്റ് ആണ്. വസൂലി ബായ്, നിങ്ങൾ അമ്പയർ ആയിട്ട് നിൽക്ക്. ടോസ് ഇട, ടോസ്. ആരാണ് ചാമ്പ്യൻ എന്ന് ഈ മാധവൻ ഇപ്പൊ കാണിച്ചു കൊടുത്തേക്കാം. ടോസിന് റെഡിയായോ എല്ലാരും? എന്താ പറയണ്ടേ ലക്കി? ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ? ലക്കി പറഞ്ഞു ഹെഡ്സ്, അതുകൊണ്ട് ഞങ്ങൾ ഹെഡ്സ്. ഹെഡ്സ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ക്രിക്കറ്റ് മാച്ച് ഇതാ തുടങ്ങാറായി. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, ലെറ്റ്സ് ഗോ. അല്ല, നീ എന്തിനാണ് ഇവനോട് ബ്രേക്ക് അടിക്കാൻ പറഞ്ഞത്? കൊള്ളാം, മാധവന്റെ സ്റ്റൈല് അടിപൊളി. ഇതാണ് മരിച്ചുപോയ ബോൾ, എന്ന് വെച്ചാൽ ഡെഡ് ബോൾ. ഇവിടെ ബാറ്റ്സ്മാൻ ബോൾഡ് ആയിരിക്കുകയാണ്, എന്ന് വെച്ചാൽ ഇയാള് 0 റൺസിന് ഔട്ട് ആയിരിക്കുകയാണ്. മോനെ ഗോപു, നീ ആള് മിടുക്കനാ. സ്പെഷ്യൽ ബോൾ വെച്ച് സ്പെഷ്യൽ വിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് പിടിച്ചോടാ ലക്ഷ്മൺ, ഇനി എല്ലാം നിന്റെ കയ്യിലടാ ഉള്ളത്. കണ്ടില്ലേ, ക്ലീൻ ബോൾ. മാധവന്റെ ടീമിന് ഇന്ന് വീട്ടിൽ പോയിട്ട് എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഓൾ ഔട്ട് ആവുകയാണ്. ഇപ്പോൾ ഇതാ ടീം ഗോപാലിന്റെ ബാറ്റിംഗ് ആണ് കാണാൻ പോകുന്നത്. അവന്റെ വിക്കറ്റ് ഞാൻ എടുക്കും. എന്റെ പേര് ലക്ഷ്മണാണ്, ഞാൻ വിക്കറ്റ് എടുക്കും. മിഡ് വിക്കറ്റിൽ പോടാ. ലക്കി, കവർ പോയി നിൽക്ക്. സ്മാഷിംഗ് സിക്സ് അടിക്ക് ഗോപു, സ്മാഷിംഗ് സിക്സ് അടിക്ക്.
ആ 6 അടിച്ചോ. പാവം, ഇവര് വളരെ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ആ പഴയ ബംഗ്ലാവിൽ നിന്നും ബോൾ ആരെടുത്തോണ്ട് വരും? ഗോപുവല്ലേ ബോൾ അടിച്ചത്, അതുകൊണ്ട് ഗോപു തന്നെ എടുത്തോണ്ട് വരണം. സിമ്പിൾ. ഫീൽഡിംഗ് ചെയ്തത് നിങ്ങളൊക്കെ അല്ലേ? നിങ്ങൾ ശരിക്കും ഫീൽഡിംഗ് ചെയ്യാത്തോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് നീ പോയാ മതി. നീ ചെന്ന് ബോൾ എടുത്തോണ്ട് വാ. എടാ ഡോണ്ട് വരി ഗോപു, ഞാൻ ചെന്ന് ബോൾ എടുത്തോണ്ട് വരാം. ലക്ഷ്മൺ, നീ എങ്ങോട്ടായി പോകുന്നേ? നിക്ക്, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. വിഷമിക്കണ്ട കൂട്ടുകാരെ, ഞാനിത് ഇപ്പൊ വരാം. ലക്ഷ്മൺ പോയിട്ട് കുറെ നേരമായി, അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇവരെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. എന്തോന്നടേ ഇത്? എന്റെ കടയിലെ എല്ലാ കരിക്കും നീയാണ് കുടിച്ചു തീർത്തത്. ഇനി ബോൾ എടുക്കാൻ നീ പോയാ മതി. എനിക്ക് തോന്നുന്നു ഇവനും അകത്ത് പോയിട്ട് കാണാതായെന്നാണ്. നിങ്ങളാണ് ഞങ്ങളുടെ ലക്കിയെ അകത്തേക്ക് പറഞ്ഞയച്ചത്. ഇനിയിപ്പോ നിങ്ങൾ തന്നെ പോകണം. ആ ശരി മോനെ, ശരി. നീ വെറുതെ വിഷമിക്കല്ലേ. വസൂലി ബായ് ഒരു കാര്യം ഏറ്റെടുത്താൽ ചെയ്യാതിരിക്കില്ല. അല്ല, ഇവരെല്ലാരും ബോൾ തെരഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് പോയവരാരും കാണുന്നില്ലല്ലോ. ലക്ഷ്മൺ, ചെന്നവരെ തേടി കണ്ടുപിടിച്ചിട്ട് വാ. നീ എങ്ങോട്ട് പോകത്തില്ല അല്ലേ? എന്താ? ഞാൻ പോയില്ല. എന്താ ഗോപു പോകാത്തെ? പേടിയുണ്ടോ? നിനക്ക് പേടി തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? അങ്ങനെയാണോ? എന്നാ പിന്നെ നിനക്കൊട്ടും പേടിയില്ലല്ലോ അല്ലേ? എന്നാ പിന്നെ നീ അങ്ങോട്ട് ചെന്ന് കാണിക്കേ. വേഗം ചെല്ലേ. ശരി, വേണ്ട വേണ്ട. നീയും വേണ്ട, ഞാനും വേണ്ട. രണ്ടുപേരും ഒന്നിച്ച് പോയേക്കാം. എടാ, നിങ്ങൾ എല്ലാവരും എന്താ ഇവിടെ വന്നിട്ട് കുറ്റി അടിച്ചതുപോലെ നോക്കി നിക്കുന്നേ? ബോള് കിട്ടിയോടാ? സ്പെഷ്യൽ ബോൾ തിരിച്ചു താ. അതൊക്കെ തിരിച്ചു തരാൻ. ഏതെങ്കിലും ഒരു സാധനം ഈ ബംഗ്ലാവിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് സ്വന്തമാവുന്നതായിരിക്കും. അങ്ങനെ ഈ ബോളും ഇപ്പൊ എന്റേതാണ്. ഏയ്, പറ്റില്ല. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. വേണമെങ്കിൽ വെച്ചോ, നോ പ്രോബ്ലം. എടാ മാധവാ, ബോളല്ലേ വിട്ടേക്ക്. എന്താ ശരിയല്ലേ? പക്ഷേ എന്റെ സ്പെഷ്യൽ അങ്കിള് സ്പെഷ്യൽ ആയിട്ട് ലണ്ടനിൽ നിന്ന് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് അയച്ചു തന്നത്. എനിക്ക് വേറെ ബോളൊന്നും വേണ്ട. എനിക്ക് എന്റെ ഈ സ്പെഷ്യൽ ബോൾ തന്നെ വേണം. മമ്മേ, നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് പോവാൻ പറ്റില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും നിങ്ങൾ ഈ ബംഗ്ലയുടെ അകത്ത് വന്നത്. പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് തിരിച്ചു പോവാൻ പറ്റില്ല. മനസ്സിലായോ? വസൂലി ബായ്, നിങ്ങൾ എന്നും സൂപ്പർ ഹീറോയാണ്. ഇവൻ വെറുതെ സർക്കസിലെ ജോക്കറിനെ പോലെ ചാടി കളിച്ചോണ്ടിരിക്കുക. ഓ, അല്ല, നിങ്ങൾ ധൈര്യശാലിയല്ലേ? പേടിയൊന്നും തോന്നുന്നില്ലല്ലോ. പേടിയോ? എനിക്കോ? നിങ്ങൾക്ക് അറിയില്ല വസൂലി ആരാണെന്ന്. അതെ ചെക്ക, വെറുതെ കളിക്കാതെ ബോൾ എടുക്കാൻ നോക്ക്. എന്താ ചെയ്യുന്നത്? ഇതാ എന്റെ ബൗണ്ടറിക്ക് പുറത്ത് അടിച്ചിരിക്കുകയാണ്. ഇതാ സിക്സർ അടിച്ചു. ഇവന്റെ കാര്യം ഞാൻ നോക്കാം. എല്ലാ ന്യൂസും ഏപ്രിൽ വരില്ല. എല്ലാ സ്റ്റുഡന്റും ഇന്റലിജന്റ് ആവില്ല. അതുപോലെ ഓരോ പാമ്പും വിഷമുള്ളതല്ല. വിഷമുണ്ടായാലും അത് കടിയേക്ക്.
ശരിക്കാണോ? ഒന്ന് വേഗം പറയടാ ലക്ഷ്മൺ, ഒന്ന് വേഗം പറ. ഞങ്ങള് പാമ്പിനെ കണ്ട് പേടിക്കുകയാണെങ്കിലേ പാമ്പ് ആരെ കണ്ടാ പേടിക്കുന്നത്? മംഗൂസ് പിന്നെ ഈഗിളിനെ കണ്ട് പേടിക്കും. ഞാനാണ് മംഗൂസ്. ഞാൻ ഈഗിൾ. ഈ പാമ്പ് ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ഐഡിയ. ഇപ്പൊ ഇറങ്ങി വാടാ നാഗരാജാവേ. ഇപ്പൊ സ്നേക് സ്നാപ്പിംഗ് ഫ്ലൂട്ട് വായിക്കാൻ പോവാ. ഇത് വർക്കൗട്ട് ആയി ഗോപു. യെസ്. വേണ്ട വേണ്ട, മതി മതി, ഒന്ന് നിർത്ത. ഇതാ ബോള്, ഒന്ന് ഇവിടുന്ന് പോയി തരോ? ഇനി ഞങ്ങളോട് കളിച്ചാലുണ്ടല്ലോ ഫ്ലൂട്ട് അല്ല ബാക്ക് പേപ്പർ ആയിരിക്കും വായിക്കുന്നേ. ബൈ. എന്താ കളിക്കില്ലേ? അവൻ തോറ്റു പോയില്ലേ? ലൂസർ ആരെയാണ് പറഞ്ഞത്? അല്ല പിന്നെ ഞങ്ങൾ തോറ്റു പോയി. നമ്മളെല്ലാരും ജയിച്ചിരിക്കാം.